ഇതിൻ്റെ കോലൊന്ന് മാറ്റിയിട്ട് ഇന്ന് എന്നിട്ടിട്ട് കൊണ്ട് കേട്ടോ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഭാസ്ഥാന വേണ്ടതാണ് മൊബൈൽ നബി വാട്സപ്പ് കൂട്ടായ്മ എന്നുള്ള പിന്നെ ആ പോസ്റ്റ് നോക്കാം കേട്ടോ. ഈ പോസ്റ്റ് വെച്ചിട്ട് നല്ലൊരു പോസ്റ്റ് അടിച്ച് ഇൻഷാ അല്ലാഹ്. അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ഓപ്ഷനായ ആഡ് ഇമേജ് ആണ്. അപ്പോൾ നമ്മൾ ഇമേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പോസ്റ്റർ നിർമ്മിക്കുക എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ മറ്റു പോസ്റ്ററുകളിൽ നിന്ന് അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് വെട്ടിമാറ്റിയിട്ട് നമുക്ക് നമ്മുടേതായ പോസ്റ്ററുകൾ നിർമ്മിക്കാം. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, ഒരു ആഡ് ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ലിസ്റ്റിൽ കുറേ ഒരു പോസ്റ്റർ ഉണ്ടോ, അപ്പോൾ നമുക്ക് പറ്റിയൊരു പോസ്റ്റർ എടുക്കാം. ഇതിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ സ്വകസംഘ രൂപീകരണത്തിൻ്റെ പോസ്റ്ററാണ്. ഇതിലിപ്പോൾ നമുക്ക് ആ പിക്ചർ മാത്രം മതി, ബാക്കി നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോസ്റ്റിൻ്റെ ഒരു കോപ്പി എടുക്കണം. കോപ്പി നമുക്ക് അടിയിൽ കാണാം, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണാം. അടിയിൽ കണ്ടില്ല, ഡിലീറ്റ് ചേഞ്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ ഇത് 2 പോസ്റ്ററായി മാറും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എഴുത്തുകളൊക്കെ മൊത്തം വായിക്കണം. അതിന് നമ്മൾ ഈ രണ്ടാമത്തെ പോസ്റ്റർ ക്രോപ്പ് ചെയ്യണം. അതിൽ നമ്മൾ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ സിമ്പിൾ ക്രോപ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് അവിടെയൊക്കെ ഇതേ കളറുള്ള വേണ്ടത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ കളറുള്ള നിലവിൽ, അപ്പോൾ ആ കളർ മാത്രം സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ എന്താക്കുക, അവിടെ നിന്ന് ഒഴിവാക്കാം. ഇതാ നമ്മുടെ എന്താണ് പരിപാടിയാണ്, സ്വകസംഘ രൂപീകരണം. നമുക്കിവിടെ എഴുതാം, ടെക്സ്റ്റ് പോയിട്ട് 2024. ഓക്കെ, മീലാദ് ഫെസ്റ്റ് 2024 നമ്മളെ ചെറിയ ഹെഡിങ് ആണ് ഇത്. നമ്മുടെ വിഷയം അതാണ്, മീലാദ് ഫെസ്റ്റ് 2024. ഓക്കെ, അതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റി കൊടുക്കുക. അതൊക്കെ നമുക്ക് നമ്മൾ പറഞ്ഞതാണ്. ചെറിയൊരു ഫോണ്ട് കൊടുക്കുക. കളർ വ്യത്യാസം കൊടുക്കുക, കളർ ഏതാ കൊടുക്കുക. അതിൻ്റെ സൈസ് കുറക്കണമെങ്കിൽ സൈസ് കുറക്കുക, കട്ടി കൂട്ടണമെന്ന് കട്ടി കൂട്ടുക. ഓക്കെ, മീലാദ് ഫെസ്റ്റ് സ്വാഗത സംഘ രൂപീകരണം. നമ്മുടെ വിഷയം സ്വാഗത സംഘ രൂപീകരണമാണ്. ഇത് കുറച്ചൊന്ന് വലുതാക്കിയിട്ട് ഇതിൻ്റെ ബോണ്ടൊക്കെ മാറ്റിയിട്ട് കളറൊക്കെ മാറ്റിയിട്ട് നല്ല അത്യാവശ്യം നല്ല മട്ടത്തിലുള്ളൊരു കൊടുക്കണം. സ്വാഗത സംഘ രൂപീകരണം കളറ് അത്യാവശ്യം നല്ലൊരു അറ്റാച്ച്ഡ് കളറാക്കുക. പിന്നെ അതിൻ്റെ സ്ട്രോക്ക് കൂട്ടി കൊടുത്താൽ അതിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടി. സ്വാഗത സംഘ നമുക്ക് എത്ര വലിപ്പം ആക്കാം. സ്വാഗത സംഘ രൂപീകരണം പരിപാടി നടക്കുന്നത് ഇന്നാണ്. ഇന്ന് ജുമാക്ക് ശേഷം. ഇന്ന് എൻ്റെ ഫോണ്ട് മാറ്റി കൊടുക്കാം. അത് വല്ലാതെ വലിപ്പത്തിൻ്റെ ആവശ്യമില്ലല്ലോ, കളറും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇന്ന് ജുമാക്ക് ശേഷം. നമുക്ക് അടിയിൽ വൈറ്റ് കളർ കൊടുക്കേണ്ടതുണ്ട്. ക്രോപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ക്രോപ്പ് എവിടുന്നും ചെയ്യട്ടോ, പക്ഷേ ഇതിൽ നിന്ന് ചെയ്യുമ്പോൾ ഇതിൻ്റെതായ കളർ തന്നെ കിട്ടും. അതുകൊണ്ടാണ്, വല്ലാതെ വ്യത്യാസം അറിയില്ല. മദ്രസ ഹാളിൽ ഈ പോസ്റ്ററുടെ വലിപ്പം ഒന്ന് കൂട്ടുക. ഓക്കെ, എല്ലാവരും പങ്കെടുക്കുക, അങ്ങനെയല്ല.
അത് എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളത് കുറച്ച് ചെറുതാക്കണമല്ലോ അല്ലേ, അതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറക്കുക. നമുക്ക് ഈ ഫോട്ടോസിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനും അടിയിലൊരു സൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റത്തെ നമ്മളെ സൈഡത്തെ ഭാഗം നമുക്ക് കൂട്ടാനും കുറക്കും ചെയ്യാം. എത്ര കൂട്ടുക കുറക്കുക ആവശ്യമുള്ളത് വരെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി പിന്നെ താഴെ ഭാഗത്തുള്ളത് താഴത്തത് കൂട്ടുക കുറക്കുക, നമുക്ക് എത്ര ആവശ്യമുള്ളത് എത്ര എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് കേട്ടത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചെറിയൊരു പോസ്റ്ററായി. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കട്ടോ. ഓക്കെ, ഇതിന് സേവ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് അത് സേവ് കണ്ടില്ല, സേവ് ചെയ്താൽ നമ്മുടെ സേവ് ഇമേജ് നടിച്ചു കൊടുക്കുക. അപ്പോൾ അത് റെഡി ആവും. ഇന്ന് നമുക്ക് ഇനി ഇത് ആർക്കും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സ്നേഹിതന് അയച്ചു കൊടുക്കണം. അപ്പോൾ അത് അയച്ചു കൊടുത്തു. ഓക്കെ.